ഓർഡിനറി ആയിട്ട് ഒരു ജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോങ് ടൈം ചിന്തയില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ലോങ് ടൈം പാർട്ട്ണർഷിപ്പുകൾ പറ്റിയില്ല. എവിടെ വന്നാലും 2-3 മാസം വന്നു കഴിയുമ്പം അവിടെ അവിടുത്തെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു, നിർത്തി, അടുത്ത പരിപാടിക്ക് പോകുന്നു, അവിടെ ചെല്ലുന്നു, അവിടെ മനുഷ്യരാണ്, അവിടെയും പ്രശ്നമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ ശരിയല്ല, അവരോട് പോകാൻ പറ്റിയല്ല. അല്ല, 1 വർഷം നിന്നു, 1 വർഷം കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് അടിച്ച് പിരിഞ്ഞു പോലും. എനിക്കറിയാവുന്ന എത്രയോ ആൾക്കാർ ഓരോ സ്ഥാപനങ്ങൾ ജോലിക്കാന്നൊക്കെ പറഞ്ഞു പോകും, നല്ല ജോലിയാണ് അവർ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അവർക്കൊരു മടിപ്പ് എന്ന് പറയില്ലേ, മടിപ്പ് കാരണമൊന്നുമില്ല, ചുമ്മാ മടിപ്പ്. അന്നേരം അതിന് അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പോകണം. അവരുടെ ബ്രെയിൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. അന്നേരം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സാധനം ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മളറിയാതെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്താ ചെയ്യുന്നറിയോ, നമ്മുടെ വിചാരം നമുക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും എമർജൻസി വർക്ക് മാത്രമാണ് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തീ പൊള്ളി പെട്ടെന്ന് കൈവലിക്കണം, അല്ലെങ്കിൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ പെട്ടെന്ന് രക്ഷിക്കുക, ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടുക. അതായത് ഡേ ടു ഡേ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോയാൽ പുള്ളി ഹാപ്പിയാണ്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ടൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഹാപ്പിയാണ്. കാരണം പുള്ളിക്ക് ഒത്തിരി എനർജി ആവശ്യമുണ്ട്. ഇങ്ങനത്തെ ഡെയിലി പരിപാടി നടത്തിക്കൊണ്ട് പോകാൻ പുള്ളിക്ക് ഒത്തിരി എനർജി ആവശ്യമുണ്ട്. അതേ സ്ഥാനത്ത് അവിടുന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ പുള്ളി ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പുതിയൊരു കാര്യം വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെ പുള്ളിക്ക് പരിചയമില്ലാത്ത പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പുള്ളി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതെങ്ങനെ നമുക്ക് മടിപ്പൊരു മൂഡില്ല, അല്ല അന്നേരമാണ് നമ്മൾ അവിടെ ചെല്ലുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടാതെ വരും. അവർ വർത്തമാനം പറയും, അവർ ചിരിച്ചില്ല, അല്ല രാവിലെ ചെന്നപ്പോൾ 5 മിനിറ്റ് ലേറ്റ് ആയതിന് അവരത് വഴക്ക് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് അന്നേരം പ്രശ്നമായി തുടങ്ങും. അതെന്നാ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഇതിൽ നിന്ന് പുള്ളിക്ക് ഭയങ്കര മടിപ്പാണ് ഈ പുതിയ കാര്യങ്ങൾ പുള്ളിക്ക് ലോഡാണല്ലോ. മറ്റേ സമാധാനമായിട്ടിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിനെ നമ്മൾ അതിജീവിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാവരും ഈ പ്രോസസ്സിനെ അവരെപ്പോഴും പുതിയ കാര്യങ്ങൾ പുതിയ പണി കൊടുത്തുകൊണ്ടിരിക്കും, ബ്രെയിന് പുതിയ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കും. അവർക്ക് ജീവിതത്തിൽ ഇതുവരെ പരിചയമില്ലാത്ത സ്കില്ലുകൾ അവർ പഠിക്കാൻ ശ്രമിക്കും, ചെയ്യിക്കാൻ ശ്രമിക്കും. ഈ ബ്രെയിനിനെ പണിയെടുപ്പിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് സക്സസ് ഉണ്ടാക്കുന്നത്, വലിയ ഒരു ലെവലിൻ്റെ മുകളിൽ. അല്ലാത്ത ആൾക്കാരെല്ലാം ഈ ബ്രെയിനിൻ്റെ തീരുമാനത്തിനനുസരിച്ച് കംഫർട്ട് സോണിൽ കൂടെ ബ്രെയിൻ എപ്പോഴും ഒരു കംഫർട്ടുണ്ട്. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഡിസ്റ്റർബ് ആകും. അന്നേരം നമ്മളെ ഇതിന് ബുദ്ധിമുട്ടിക്കാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. നമുക്ക് മടിപ്പുണ്ടാക്കും, അവിടെ ചെല്ലുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടാതെ വരും, അല്ലെങ്കിൽ അത് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരും, അത് ഇതുകൊണ്ടാണ് നമുക്ക് തോന്നിക്കും. ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ഇതിൻ്റെ പോസിറ്റീവ് എപ്പോഴും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പല ആൾക്കാരും ഒക്കെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ധാരാളം ആൾക്കാർ കണക്ക് എഴുതുന്നവരുണ്ട്, അല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ കണക്ക് തന്നെ എഴുതാതെ പോകുന്ന ആൾക്കാരാണ് ഒത്തിരി. എനിക്കുൾപ്പെടെ വളരെ മടിയുള്ളൊരു പരിപാടി. അതായത് ഡെയിലി കണക്കെഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ വളരെ അപൂർവമായിട്ടെങ്കിലും ഉണ്ട്. ഇതിനകത്തും ഉണ്ടാകും വളരെ അപൂർവ ആൾക്കാർ. പല ആൾക്കാർ ഇതെല്ലാം ഉഴപ്പി പോകുന്ന ആൾക്കാർ, ലക്ഷങ്ങളും കോടികളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പോലും ഈ ഒരൊറ്റ കുറവുകൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ വരികയും ഇതിൻ്റെ പേര് മാത്രം ജീവിതകാലം മുഴുവൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ ചെറിയ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ. അതായത് ചുമ്മാ കണക്കെഴുതി പോകുന്നൊരു ശീലം വന്നാൽ ഇതിനകത്ത് എവിടെയാണ് കോസ്റ്റ് കൂടുന്നത്, എവിടെയാണ് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും എവിടെ പൈസ കിട്ടാനുണ്ടാവും. എത്രയോ ആൾക്കാർക്ക് കിട്ടാതെ പോകും. നമ്മൾ മറന്നു പോകും. ഇന്നലെ നടന്ന എന്തൊക്കെയാണ് നമ്മൾ നടത്തിയെന്ന് പോലും ഇന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എന്തുമാത്രം നമ്മൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയാലും സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. സൂക്ഷിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയ ചെറിയ കാര്യമാണ്, പക്ഷേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി.